ഒരു ഉല്ലാസ് ബാബു, വികസിത കേരളമാണ് BJP NDA മുന്നോട്ട് വെക്കുന്നത്. കേരളം മാറും, കേരളം മാറി ചിന്തിക്കും. വിവാദ രാഷ്ട്രീയമല്ല വേണ്ടത്, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ഉച്ചൈസ്തരം പറയുന്നത്. കേരളം മാറി ചിന്തിക്കുമോ? ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ വോട്ടർമാരെ സമീപിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൂടി താങ്കൾക്ക് പങ്കുവയ്ക്കാം. കേരളത്തിലെ പൊതുകാര്യങ്ങൾ പറഞ്ഞിട്ട് മണ്ഡലത്തിലേക്ക് വരാം. പൊതുകാര്യങ്ങൾ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് BJPക്ക് ആ വിഷയത്തിൽ മറുപടി പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ബഹുമാനായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയും ബഹുമാനായിട്ടുള്ള വലതുപക്ഷത്തിൻ്റെ പ്രതിനിധിയും ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയപ്പെടുന്നത്. ഇവർ രണ്ടുപേരും ഒന്നാണ്. രാജസ്ഥാനിലെ ചിക്കാർപൂരിൽ ഇതേ കോൺഗ്രസിൻ്റെ ആളുകൾ സഹായിച്ചിട്ടാണ് അതേ ഇടതുപക്ഷത്തിൻ്റെ ആൾ ജയിച്ചത്. ഇതേ കോൺഗ്രസിൻ്റെ ആളുകളുടെ നോമിനിയായിട്ടാണ് അതേ ഇടതുപക്ഷത്തിൻ്റെ ആൾ തമിഴ്നാട്ടിൽ മത്സരിച്ച് ജയിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഒരു മുന്നണിയായി പ്രവർത്തിച്ച് ജനങ്ങളുടെ മുമ്പിൽ രണ്ടാകാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം തന്നെയാണ് NDA നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്ന ഒരു പക്ഷം ഉണ്ടായിരുന്നല്ലോ 10 വർഷക്കാലം. മായാദാസ് സംസാരിച്ചില്ലേ? മായാദാസ്, ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, ഭരണപക്ഷം പരിപൂർണമായി പരാജയപ്പെട്ടെടുത്ത് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, വനം മേഖലയിൽ, ക്ഷീരവ്യവസായ മേഖലയിൽ, സ്പോർട്സ് മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തേണ്ട പ്രതിപക്ഷത്വം എന്തേ 10 കൊല്ലം മൗനമായിരുന്നു? നിങ്ങളുടെ ഇടപെടലിനെ കൊണ്ട് നമ്മുടെ ചെറിയ മക്കൾ, വടക്കാഞ്ചേരി അടങ്ങുന്ന കേരളത്തിനകത്തെ ചെറിയ മക്കൾ +2 കഴിയുന്ന സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ കൂടുതൽ അച്ഛനമ്മമാർ അന്വേഷിക്കുമ്പോൾ ഉണ്ടാവുക കാനഡയിലെ സീറ്റിന് എത്ര രൂപ പൈസ, അമേരിക്കയിൽ എത്ര രൂപയാണ് പഠിക്കാൻ കാശ്, ന്യൂസിലാൻഡിൽ എത്രയാണ്, ഓസ്ട്രേലിയയിൽ എത്രയാണ്? എന്തുകൊണ്ടാണ്? കേരളം അവർക്ക് സേഫ് അല്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ +2 കഴിയുന്ന സമയത്ത് നമ്മുടെ മക്കൾ പറന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവരുടെ സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തെടുക്കുകയാണ്? ഇവരുടെ പ്രതിപക്ഷം അവിടെ ഇരുന്ന് കൈയടിച്ചവർക്ക് എല്ലാ ആശംസകളും നേരുകയല്ലേ? അപ്പം നമ്മുടെ മക്കൾ 10 കൊല്ലമായിട്ട് ഈ കേരളത്തിൽ നിന്ന് അവർ കൊണ്ടുപോകുമ്പോൾ അന്യരാജ്യങ്ങൾ നമ്മുടെ തലച്ചോറിനെ സുഖമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പാവപ്പെട്ട മക്കൾ, ചെറിയ മിടുക്കികളായിട്ടുള്ള മക്കളുടെ തലച്ചോറിനെ ഈ മണ്ണിൽ ഉപയോഗിച്ച് ഈ മണ്ണിൻ്റെ സമ്പദ്ഘടന വളർത്താനുള്ള പ്രാപ്തിയുള്ള, ശേഷിയുള്ള, കഴിവുള്ള, ദീർഘവീക്ഷണമുള്ള ഒരാളെ പോലും ഇടതുപക്ഷത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർത്താൻ സാധിക്കില്ല. അങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് അതിനെ കൃത്യമായി പ്രതിരോധിച്ച് നിർത്താൻ നിയമസഭയ്ക്കകത്ത് നിങ്ങൾക്ക് സാധിച്ചില്ല. പിന്നെ അവർ പറഞ്ഞ ആരോഗ്യ മന്ത്രാലയം, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ആളോട് ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപുരസരം ചോദിക്കട്ടെ, അങ്ങും വടക്കാഞ്ചേരി, ഞാനും വടക്കാഞ്ചേരി, മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വടക്കാഞ്ചേരി, അവിടെ നിന്ന് ഇങ്ങോട്ട് അടാട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് കോലഴി, അവിടെ നിന്ന് അങ്ങോട്ട് തോളൂര്, അത് കഴിഞ്ഞാൽ അവണൂര്, അങ്ങനെ തെക്കുംകര മുനിസിപ്പാലിറ്റി ഒക്കെ അടങ്ങുന്ന നമ്മുടെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. സാർ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുന്ന വികസനമല്ല സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക്, എന്നെ കേൾക്കുന്ന ബഹുമാനരായിട്ടുള്ള ഇടതുപക്ഷക്കാർ, എന്നെ കേൾക്കുന്ന ബഹുമാനരായിട്ടുള്ള വലതുപക്ഷക്കാർ, എന്നെ കേൾക്കുന്ന ബഹുമാനരായിട്ടുള്ള BJPക്കാർ, നിഷ്പക്ഷക്കാർ, നിങ്ങളോട് ഞാൻ ബഹുമാന പുരസ്സരം ചോദിക്കട്ടെ, നിങ്ങൾക്ക്, നിങ്ങളുടെ നാട്ടുകാർക്ക്, അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവർക്ക് 100% സാറ്റിസ്ഫൈഡ് ആണോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആരോപണങ്ങൾ പിന്നോക്കം കൊണ്ടുപോകാം. സാർ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എണ്ണത്തിലെ ഡോക്ടർമാരെ നിയമിക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല, കൃത്യമായ നഴ്സിംഗ് പാറ്റേൺ നിശ്ചയിക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല, കൃത്യമായ ആംബുലൻസ് സംവിധാനം ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല, കൃത്യമായ കിടക്കകൾ ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല, കൃത്യമായ എക്സ്റേ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല, കൃത്യമായ MRI സിസ്റ്റം ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല, കൃത്യമായി ഫാർമസിയിൽ മരുന്ന് കൊടുക്കുന്ന ഫാർമസി ഉണ്ടാക്കാൻ ഈ മെഡിക്കൽ കോളേജിലെ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല. ഇതൊക്കെ പോട്ടെ, സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ അവിടെ ചികിത്സയ്ക്ക് വരുന്ന സമയത്ത് അന്തം വിട്ട് നിൽക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടല്ല. അതിന് ദീർഘവീക്ഷണം വേണം, കാഴ്ചപ്പാട് വേണം. ആരോഗ്യ മേഖലയിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി ഈ നാടിനെ കൃത്യമായ ആരോഗ്യ മേഖല സംരക്ഷിക്കപ്പെടണമെന്നുള്ള ബോധ്യമുള്ള ആളുണ്ടാകണം. അതുണ്ടാകാത്ത ഞങ്ങളുടെ കുറ്റ. 2 കത്തനം മറന്നു വെച്ചത് ഞങ്ങളുടെ കുറ്റ. 3 ചെമിരി വീണ് ഒരു അമ്മ മരിച്ചത് ഞങ്ങളുടെ കുറ്റ, സിസ്റ്റത്തിൻ്റെ കുറ്റം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തകരുന്നതും നശിക്കുന്നതും തെറ്റുപറ്റുന്നതൊക്കെ സിസ്റ്റം, നല്ലത് മുഴുവൻ നിങ്ങളുടെ മിടുക്ക്. ആ കഥ എങ്ങനെയാ? 2, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലത്തും ബോർഡ്. എന്നെ കേൾക്കുന്ന ഇടതുപക്ഷക്കാരാ, എന്നെ കേൾക്കുന്ന വലതുപക്ഷക്കാരെ, എന്നെ കേൾക്കുന്ന NDA ആളുകളെ, നിഷ്പക്ഷരെ ചോദിക്കട്ടെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പടവുമായിട്ടുള്ള പോസ്റ്ററുകൾ, ഹോർഡിങ്സുകൾ നിറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ മുൻപ് PR കമ്പനി എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെയും നികുതി പണത്തിൻ്റെ ഭാഗമെടുത്ത് ഇവരുടെ പ്രവർത്തനം മികച്ചതാണ് എന്ന് പറഞ്ഞവർ ബോർഡ് വെച്ചു. ചോദിച്ചോട്ടെ,
എൻ്റെ പ്രവർത്തനം, എൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനം 10 വർഷം കൊണ്ട് മികച്ചതും ഗംഭീരവുമാണെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ ജനങ്ങൾക്ക് കാര്യപ്രാപ്തിപരമായിട്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്നേ ബോർഡും വെച്ച് ചെയ്തില്ലേ 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 എന്ന് ചോദിക്കേണ്ട ആവശ്യകതയുള്ളത്? അത് ജനം കൃത്യമായിട്ട് മനസ്സിലെടുക്കില്ലേ? ജനം അംഗീകരിക്കില്ലേ? എന്തിനാ നിങ്ങൾ ഭയപ്പെടണേ? എന്തിനാ നിങ്ങൾ പരസ്യം ചെയ്യണേ? അപ്പം നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല. 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അക്കമിട്ട് പറയുന്നു സാർ. അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ കേരളത്തിന്റെ ചെറുമക്കൾക്ക് ഇത്രയധികം അവർ കഞ്ചാവിന് അടിമയായിരുന്നോ? ഇത്രയധികം അവർ MDA ലഭ്യമായിരുന്നോ? ഇത്രയധികം ലഹരി മാഫിയ നമ്മുടെ മണ്ണിലെ ചെറിയ മക്കളെ പിടിച്ചിരുന്നോ? എന്തേ അവർക്ക് പിടിച്ചത്? എന്തേ അവർ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ചങ്ങല വിരിച്ച് നടക്കുന്നത്? നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പരാജയം എന്നല്ലാതെ അതിന് വിജയമെന്ന് ഞങ്ങൾ കാണണോ? 22 രൂപയുണ്ടായിരുന്ന അരി ഇന്ന് 55 രൂപയായത് ഞങ്ങൾ പരാജയം എന്നല്ലാതെ വിജയമെന്ന് കാണണോ? ഈ വടക്കാഞ്ചേരിയില് ഡിസംബറിൽ നെല്ലെടുത്തതല്ലേ? ഡിസംബറിൽ കർഷകരിലെ ഇവിടെ ഡിസംബറിൽ എടുത്ത നെല്ല് ഇന്ന് ഈ നിമിഷം വരെ പൈസ കൊടുത്തിട്ടില്ല. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് അവർ പാടിയത്. കർഷകന്റെയാണ് ഇവരുടെ പാർട്ടി എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇതേ കർഷകന്റെ പാർട്ടിയായ നിങ്ങളോട് ബഹുമാനപുരസ്സരം ചോദിക്കട്ടെ, ഡിസംബറിൽ എടുത്ത നെല്ല് ഇതുവരെ നിങ്ങൾക്ക് കാശാക്കി കൊടുക്കാൻ സാധിക്കില്ല എങ്കിൽ പണ്ടെങ്ങനെയായിരുന്നു ശ്രീ അനിൽ നമ്പ്യാർ? നമുക്ക് ഇഷ്ടമുള്ള വിത്ത് വിതയ്ക്കാം, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അന്ന് എനിക്ക് ഉണ്ടചിറ്റേനി വിതയ്ക്കാം, അന്ന് എനിക്ക് തവളക്കണ്ണൻ വിതയ്ക്കാം, അന്ന് എനിക്ക് ഇഷ്ടമുള്ള വിത്ത് വിതയ്ക്കാം. ഇന്ന് ഇവരുടെ വടവ് കമ്മിറ്റിയും ഇവരുടെ സർക്കാരും അടക്കുന്ന തീട്ടൂരമുണ്ട്. ഒന്നെങ്കിൽ ഉമ അല്ലെങ്കിൽ പൊന്മണി. ഇത് വിട്ടിട്ട് ഒരു നെല്ല് ഇവിടെ പറ്റില്ല. അങ്ങനെ പറ്റിയാൽ അത് കൊയ്യൂല. ആ കൊയ്യാത്ത ആരാ? ഇവരുടെ നേതൃത്വത്തിലുള്ള പടവ് സംഘങ്ങൾ അത് കൊയ്യാൻ സമ്മതിക്കൂല. അങ്ങനെ വരുമ്പോൾ കർഷകന് പോലും അവന് ഇഷ്ടമുള്ള വിത്ത് പതച്ച് അവന് ഇഷ്ടമുള്ള വിളയെടുക്കാൻ സമ്മതിക്കാത്ത സർക്കാരിൻ്റെ പേരാണ് ഇടതുപക്ഷം. അതിനെ ഞങ്ങൾ കഴിവെന്ന് വിളിക്കണോ കഴിവുകേടെന്ന് വിളിക്കണോ? നിങ്ങൾ ഡിസംബറിൽ എടുത്ത പൈസ ഞങ്ങൾ വിതയ്ക്കുന്ന സമയത്ത്, കർഷകൻ വിതക്കുന്ന സമയത്ത്, അവൻ കൊയ്ത സമയത്ത് അവൻ ചാക്കിലിട്ട് മൂട്ടിയാൽ, അവനത് വരമ്പത്ത് കയറ്റി വെച്ചാൽ അവൻ്റെ കിലോ തൂക്കി സതീശ നിന്റെ കിലോ ഇത്ര നെല്ല് ഇത്ര കിൻഡൽ ദേ കിടക്കുന്നു, DBT ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഇമ്മീഡിയറ്റ് അവൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു കാർഷിക മന്ത്രി ഇല്ലാത്തത് ഞങ്ങളുടെ കുറ്റമാണോ നിങ്ങളുടെ കുറ്റമാണോ? സർ, ഞാൻ ചോദിക്കട്ടെ, 6 മാസം കഴിഞ്ഞാൽ ഈ കർഷകന്റെ ബാങ്കിലേക്ക് ഒരു മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ഇല്ലെന്ന് പറയട്ടെ, ആദ്യം പറയും ലോൺ എമൗണ്ട്, ഇനി കിട്ടാൻ പോകുന്ന ലോൺ എമൗണ്ടാ. ആ ലോൺ എമൗണ്ട് സർക്കാർ തിരിച്ചടയ്ക്കും. ഇല്ലെന്ന് പറയുന്നത് 6 മാസം കഴിയുമ്പോൾ തിരിച്ചടച്ചു എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. എന്തിനാണ് സാർ? ഒറ്റക്കാര്യം പറയട്ടെ, ഈ ഏങ്കക്കാട് ഒരു ദിവസം ഉല്ലാസ് ബാബു പറയുന്ന ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ BJPയുടെ ഇതില്ല, ജനത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഈ ഏങ്കക്കാട് റെയിൽവേ മേൽപ്പാലം എത്ര കാര്യമായി ഇടതുപക്ഷക്കാരൻ്റെയും വലതുപക്ഷക്കാരൻ്റെയും BJPക്കാരൻ്റെയും എല്ലാവരുടെയും ആവശ്യമാണ്. 24 മണിക്കൂറാണ് എന്ന് BJP ഉണ്ടാക്കിയതല്ലല്ലോ ഒരു ദിവസം, അത് കൃത്യമല്ലേ? അതിൽ 17-18 മണിക്കൂർ നേരം ഗേറ്റ് അടച്ചിടുന്ന സമയത്ത് ഇത്ര കാലം ജനപ്രതിനിധി ഉണ്ടായിരുന്ന ആ ഇടതുപക്ഷവും ഈ വലതുപക്ഷവും കൂടിയിട്ട് 4 പില്ലർ വെച്ചിട്ടൊരു മേൽപ്പാലം ഉണ്ടാക്കാൻ പ്രാപ്തിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ പ്രാപ്തിയുള്ളവരെന്ന് വിളിക്കണോ പ്രാപ്തി കുറവെന്ന് ഞങ്ങൾ വിളിക്കണോ? 2, തൊട്ടപ്പുറത്തൊരു മേൽപ്പാലമുണ്ട്. 3, ഇവരുടെ സംഭാവന എന്താണ്? ഇവരുടെ സംഭാവന വന്യമേഖല അവർ കൈകാര്യം ചെയ്തുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഈ തെക്കങ്കര പഞ്ചായത്തും ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഒരു ഏരിയയും ഇനി എന്താണെന്നറിയോ? ആനയും പുലിയും പൂച്ചയും കാട്ടുപന്നിയും ഒക്കെ ഇറങ്ങുന്ന സംവിധാനം കേരളത്തിൽ PSC ഇല്ലാലോ. കേരളത്തിൽ ജോലി കൊടുക്കുന്ന ആരാ? 1 ചക്കക്കൊമ്പൻ, 2 അരിക്കൊമ്പൻ, 3 വാഴക്കൊമ്പൻ, 4 കാട്ടുപോത്ത്, 5 പന്നി. ഇവര് വരിക കുത്തുക കൊല്ലുക. അപ്പൊ ഇവരുടെ വനം വകുപ്പ് മന്ത്രി ചെല്ലും, 10 ലക്ഷം രൂപയും ഒരു ജോലിയും. അങ്ങനെയെങ്കിൽ കേരളത്തിലെ PSCയുടെ വകുപ്പ് എല്ലാം കൈകാര്യം ചെയ്ത് ജോലി കൊടുക്കുന്നത് ഈ മൃഗങ്ങളല്ലേ? അങ്ങനെയാണെങ്കിൽ PSCയുടെ പൈസ എടുത്ത് കൃത്യമായി ആ മൃഗങ്ങൾ വസിക്കുന്നവർക്ക് അവർക്ക് ആഹാരം കൊണ്ടുകൊടുത്താൽ ജനവാസ കേന്ദ്രത്തിലേക്ക് അവർ വരില്ല. നമ്മുടെ കുടുംബത്തെ അനാഥത്വത്തിലേക്കാക്കി ഒരു ജോലി കൊടുക്കുന്ന സംവിധാനം വന്യമൃഗങ്ങൾക്ക് കൈകാര്യം ചെയ്തു കൊടുക്കാൻ ഒരു മന്ത്രിയെ വെച്ച് കൊടുത്ത ഇടതുപക്ഷത്തിനെ ഞങ്ങൾ അംഗീകരിക്കണോ വേണ്ടയോ? വടക്കാഞ്ചേരി വളരെ കൃത്യമാണ്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരിയിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ IT സംവിധാനം വേണം. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വന്നതല്ലേ ടെക്നോ പാർക്ക്, പിന്നെ ബംഗളൂരിലെ വിജയിച്ചേ, പിന്നെ ഹൈദരാബാദിലെ വിജയിച്ചേ. എന്താ കേരളം വിജയിക്കാഞ്ഞേ? ഇനി ഇവിടെ വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ല്, ലക്ഷ്മി മില്ല്, അങ്ങ് തൃശ്ശൂർ, അപ്പുറത്ത് സീതാറാം മില്ല്. ഇവര് വന്നതിന് തൊഴിലാളി വർഗ സർവാധിപത്യം പട്ടിണിയാണ് അവര്. ഇവരുടെ പ്രവർത്തനം കൊണ്ട് ഈ എല്ലാ മില്ലുകളും പൂട്ടി എന്നല്ലാതെ ഒരെണ്ണം ആ താക്കോലിട്ട് ഒന്ന് തുറക്കാൻ പറ്റില്ല. അതിന്റെ മുമ്പിൽ കൊടി വെക്കുക, അങ്ങനെ മുദ്രാവാക്യം വിളിക്കുക. ആ തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങളുടെ തൊഴിൽ മന്ത്രി സുഖമായിരിക്കുകയാണ് സാർ. അതിന് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഒറ്റ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കുന്നത്, അടുത്ത തവണ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങൊരു കാര്യം പറഞ്ഞല്ലോ, എന്ത്? ഏറ്റവും കൂടുതൽ വീട് വെച്ച് കൊടുക്കുന്നത് കേരളമാണെന്നോ?
78 ലക്ഷം വീടുകൾ ഇപ്പൊ കൊടുക്കൽ കഴിഞ്ഞു ഇന്ത്യ മഹാരാജ്യത്ത്. ബീഹാറിന്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം, ജാർഖണ്ഡിന്റെയും ഹരിയാനയുടെയും കർണാടകയുടെയും ഒക്കെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 10 മിനിറ്റ് സമയം തന്നാൽ മതി. എന്റെ കയ്യിൽ ആ കണക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് കൃത്യമായി പാർപ്പിടം കൊടുക്കുന്ന സമയത്ത് അതിനെ അംഗീകരിക്കാത്തവർ, അതാണ് ഇവരുടെ കള്ളത്തരം. ഈ വയോവന്തൻ 70 വയസ്സ് കഴിഞ്ഞ CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും അച്ഛനും അമ്മമാർക്കും 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ വർഷാവർഷം ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ആ 70 വയസ്സ് കഴിഞ്ഞ അച്ഛനോടും അമ്മയോടും നീതികേട് കാണിച്ച സർക്കാരിന്റെയും ആരോഗ്യമന്ത്രിയുടെയും പാർട്ടിയുടെ പേരാണ് CPIM. സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗമായി MOU സൈൻ ചെയ്തില്ല. ഇത് ചോദിക്കണ്ടേ, ഇത് പറയണ്ടേ?